ഹല്ലേലൂയ. ഈ പറഞ്ഞത് ഞാനാ, എന്നെ കുറിച്ചായി പറഞ്ഞത്. എല്ലാ ഞായറാഴ്ചയും നമ്മൾ ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ആമേൻ, സ്തോത്രം. എങ്കിലും പറയുന്ന വാക്യങ്ങൾ എന്നെ കുറിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് ധ്യാനിക്കാം. വായിച്ചാട്ടെ ഒന്നാമത്തെ വാക്യം. ആമേൻ. അങ്ങനെ പറയുവാൻ നമുക്ക് കഴിയുമോ? കഴിയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിക്കാം. സങ്കീർത്തന പുസ്തകം 24:3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ആർക്കും ആമേൻ. കയ്യൊന്ന് കാണിച്ചേ, ആ കയ്യൊന്ന് കാണിച്ചേ. സ്വർഗം കാണട്ടെ. എന്തോ വെടിപ്പുള്ള കയ്യേ, വെടിപ്പുള്ള കൈ. എനിക്കതില്ലെന്നേ, ഒന്ന് ഏറ്റു പറഞ്ഞേ. ഹല്ലേലൂയ. നിർമ്മല ഹൃദയമുള്ളവനെ. ഇവിടെ ഇരുന്നിട്ട് നമ്മുടെ ഹൃദയം എത്രമാത്രം നിർമ്മലമായിരിക്കുന്നു, എത്രമാത്രം നമ്മുടെ ഹൃദയം ഇനി നിർമ്മലമാകേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. വായിച്ചട്ടെ. വ്യാജത്തിനും മനസ്സ് വയ്ക്കാതിരിക്കുന്ന ഒരു മനുഷ്യൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേൾക്കുന്ന വ്യാജമെന്ന് അറിഞ്ഞിട്ടും ആ വ്യാജത്തിന് മനസ്സ് കൊടുക്കാതെ നീ പറഞ്ഞത് കള്ളമാ, നീ പറഞ്ഞത് കള്ളമാ, ഞാൻ എന്റെ ചെവി നിനക്ക് വേണ്ടി തരത്തില്ല, ഞാൻ ഒരിക്കലും വ്യാജത്തിന് എന്റെ ചെവിയെ കൊടുക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയിട്ടെ. കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ വിശ്വാസിയായിരുന്നിട്ടും നാം എത്ര മാത്രം കള്ളം പറഞ്ഞു. അത് ഞാൻ പതുക്കെ പറഞ്ഞ് മനസ്സിലായല്ലോ, പുറത്ത് കേൾക്കാൻ കൊള്ളത്തില്ല. വിശ്വാസിയാ ഞാൻ. ഞായറാഴ്ച ദൈവത്തെ നന്നായി ആരാധിക്കുന്നവന് ആരാധിക്കുന്നവളാണ്. പക്ഷേ ബസ്സിൽ കയറിയിട്ട് ബാലൻസ് തരുമ്പോൾ, കണ്ടക്ടറിന് തെറ്റി 10 രൂപ തരുമ്പോൾ ഹല്ലേലൂയ വാങ്ങി അറിയാതെ പോക്കറ്റിൽ വെക്കുന്നു, തിരിച്ചത് കൊടുക്കാൻ പഠിക്കുന്നു. ഹല്ലേലൂയ. അയാൾക്ക് കണക്ക് തെറ്റിയതാ, പക്ഷെ നമുക്കത് കൊടുക്കാൻ. കണ്ടക്ടർ നിൽക്കൂ, ബാലൻസ് നിങ്ങൾക്കുള്ളത് അതായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. പലരും നമ്മെ സ്നേഹിക്കുമ്പോൾ കൈക്കകത്ത് എത്തിയുന്നുണ്ട്. അവിടെ വായിച്ചു വരുമ്പോൾ ഭാഗങ്ങളുണ്ട്. പൈസ കൊണ്ട് നമ്മുടെ കയ്യിൽ വെക്കുമ്പോൾ, നിർബന്ധിക്കുമ്പോൾ നമ്മൾ പറയും നമ്മൾ ചോദിച്ചതല്ല, പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യുന്നു? നിർബന്ധിക്കാതെ തരുന്നുണ്ട്. ദൈവം എനിക്കിത് വേണ്ട വേണ്ട വേണ്ട, ഓ നോ, വച്ചോ. നമ്മളെന്ത് ചെയ്യുന്നു? ഈ കൈ എന്ത് ചെയ്യുന്നു? കുടഞ്ഞു കളയാതെ നമ്മെ മുറുക്കി പിടിക്കുമ്പോൾ ആ കൈ നമ്മൾ മുറുക്കി പിടിച്ചെന്ത് ചെയ്യും? പോക്കറ്റിനകത്തോട്ട് വെച്ചെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിച്ചാട്ടെ, സമയക്കുറവുണ്ട്, പോട്ടെ. ആ ആമേൻ. ഇങ്ങനെ ചെയ്യുന്നവൻ എങ്ങനെ? ഒന്ന് വായിച്ചത് സിസ്റ്റർ. ആ അത് തൊട്ട് മുമ്പ്. ആ ആമേൻ. രക്ഷയുടെ നീതിയുടെ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ മോളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ വരി 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 വരിയാ 1/2 എന്ന് ചെയ്യണം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ അനുഗ്രഹിക്കണമെങ്കിൽ അനുഗ്രഹം തേടി നാം മുന്നോട്ട് പോകുന്ന നാം ഓരോരുത്തരും അറിയാതെ പോകുന്നു. എന്താണ്? എന്റെ അനുഗ്രഹം എങ്ങനെ നഷ്ടമായി പോകുന്നു? ഹല്ലേലൂയ. നാം അനുഗ്രഹം തേടുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും നഷ്ടമാകുന്ന ഒരു കാരണം ഇതൊന്നു തന്നെയാണ്. ദൈവവചനം നമുക്ക് ശ്രദ്ധിക്കുവാൻ, നമുക്കത് ഫോളോ ചെയ്യുവാൻ കഴിയാതെ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. താഴോട്ട് വായിച്ചാട്ടെ. കഴിഞ്ഞോ? ആമേൻ. മതി മതി മതി. വീണ്ടും താഴോട്ട് വായിക്കാം.
രണ്ടാമത്തെ വാക്യം വായിച്ചാട്ടെ, 15:2. നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുക, ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. അങ്ങനെ ഒരുത്തരെ നമുക്ക് അന്വേഷിക്കാം, ബൈബിളിൽ നിന്ന് തന്നെ അന്വേഷിക്കാം. വായിക്കാം യെശയ്യാവിന്റെ പുസ്തകം 33:15 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അങ്ങനെയുള്ള ആരാണെന്ന് നോക്കാം. വായിച്ചാട്ടെ. നീതിയായി നടന്ന് നേർ പറയുകയും പീഡനമാ, പക്ഷെ നമുക്കതിൽ നിന്ന് ഒരുപാട് ആദായമുണ്ട്, അതൊക്കെ ഞാനങ്ങ് വെറുക്കുന്നു. കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും. നിങ്ങൾ ഇത് ഈ സങ്കീർത്തനം എഴുതുന്നപ്പോ BC 1500 അന്നും കൈക്കൂലി ഉണ്ടോ? കൊണ്ടുവന്ന് ഈ കൈക്കൂലി എങ്ങനെയാ കൊണ്ട് കൊടുക്കും? ഇന്നത്തെ പോലെ തന്നെ കൈക്കൂലി കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ സാഹചര്യം നിന്റെ കൊള്ളതാണ്, ഞാൻ മനസ്സറിഞ്ഞ് തരുന്നതാണ്, നിങ്ങൾ മേടിച്ചോളൂ എന്ന് പറഞ്ഞ് നമ്മുടെ കൈക്കൂലി കയ്യിൽ വെച്ച് കഴിയുമ്പോൾ നമ്മളെന്ത് ചെയ്യും? കർത്താവേ, കിട്ടിയത് അയാളെ മനസ്സറിഞ്ഞ് തന്നതാട്ടോ, സ്തോത്രം, ഇത് ദൈവവേലയ്ക്ക് എന്റെ ജീവിതത്തിന്റെ ആവശ്യത്തിനായിട്ട് എടുക്കാന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൈക്കൂലിക്ക് വാങ്ങും. അപ്പൊ നിർബന്ധിച്ച് കൈ എന്ത് ചെയ്യും? വിട്ടുകൊടുക്കാതെ കൈക്കകത്ത് വെച്ച് തന്നിട്ടുള്ളവരൊന്നും കിട്ടിയിട്ടുള്ളവരെന്ന് പറഞ്ഞ ആമേൻ പറഞ്ഞേ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആർക്കും കൈക്കൂലി കിട്ടിയിട്ടില്ല. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. എനിക്ക് കിട്ടിയിട്ടുണ്ട്, ആമേൻ, സ്തോത്രം. അപ്പൊ എന്ത് ചെയ്യും? കൈയിനെ അമർത്തും. സ്തോത്രം, മോനെ കൈ എടു, ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ എന്ത് ചെയ്യും? ഇങ്ങനെ പിടിച്ച് അമർത്തും. ഈ അമർത്തോടു കൂടി നമ്മുടെ മനസ്സെന്ത് ചെയ്യും? നമ്മുടെ മനസ്സും അമരും. ഓഹോ, സ്നേഹം കൊണ്ട് തരുന്നതാണെന്ന്. എന്നിട്ട് നമ്മളെ പിടിച്ചെന്ത് ചെയ്യും? അപ്പൊ ഈ കൈ ഇങ്ങനെ നമ്മൾ അറിയാതെ ഇങ്ങനെ അകത്ത് വെച്ച് അത് നോക്കും. പിന്നെ പോകുന്ന വഴിക്ക് തുറന്ന് നോക്കും. അപ്പൊ വലുതാകുമ്പോ നമ്മൾ എന്ത് ചെയ്യും? സന്തോഷിക്കും. ഓക്കെ, അതുകൊണ്ട് ഞാൻ പോകുന്നു. സ്തോത്രം. അപ്പൊ കൈക്കകത്ത് നിന്നെ പിടിച്ചമർത്തുമ്പോൾ നിന്റെ കൈ എന്ത് ചെയ്യണമെന്ന് തമ്പുരാൻ പറയുന്നേ, വചനത്തിൽ പറയുന്നേ, നീ കുടഞ്ഞു കളക. ഇട്ട് കളയാനല്ല പറയുന്നേ, നീ അതൊന്ന് കുടഞ്ഞു കളക. നിന്നെ കൈ പിടിക്കുന്നവന് കൈക്കൂലി തരുവാൻ നിന്റെ കൈ പിടിക്കുമ്പോൾ അവന്റെ കൈ എന്ത് ചെയ്യണം? കുടഞ്ഞു കളക എന്ന് പറഞ്ഞാൽ അവൻ വിടത്തില്ല. പക്ഷെ നീ എന്ത് ചെയ്യണം? അത് ബലത്തോടെ കുടഞ്ഞു കളക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് ആവശ്യമില്ലാത്ത പണം മേടിച്ച് നിന്റെ അനുഗ്രഹം നീ നഷ്ടപ്പെടുത്തി കളയല്ലേ. കിട്ടുന്നത് 1000 പക്ഷെ നിന്റെ നിത്യത നിനക്ക് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയുള്ള കാശ് മേടിച്ച് നീ ആമേൻ, സ്തോത്രം, നിന്റെ പോക്കറ്റിലിടാതെ നീ കൈ വലിഞ്ഞ് കുടഞ്ഞു കളക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിച്ചാട്ടെ സിസ്റ്റർ. കേൾക്കാൻ പാടില്ലാത്ത അനേകം കാര്യങ്ങളുണ്ട്. അത് എണ്ണി പറയാനൊന്നും സമയമില്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രം കേൾക്കണം. ഹല്ലേലൂയ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് എന്ന് വിശ്വാസിയായിരിക്കും നിങ്ങളോട് ദൈവാത്മാവിൽ ഞാൻ ആലോചന പറയുന്നു. വിട്ടുകളക, ചെവി കൊടുക്കരുത്. നിങ്ങൾക്ക് വേണ്ടി ആമേൻ, സ്തോത്രം, ദൈവം സംസാരിക്കത്തില്ല. നിന്റെ ചെവി നീ ദോഷത്തിന് വിട്ടുകൊടുത്താൽ ആമേൻ, സ്തോത്രം, ദൈവത്തിന്റെ അരുളപ്പാടുകൾ നിന്റെ ചെവിയിൽ എത്തത്തില്ലെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിന്നോട് സംസാരിക്കത്തില്ലെന്ന്. നീ എവിടെ നിന്ന് ദൈവമേ എന്ന് വിളിച്ചാൽ എന്താ മകനെ നിനക്ക് ഞാൻ ചെയ്തു തരേണ്ടി എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം നഷ്ടമായി പോകും. ആമേൻ. അങ്ങനെ നഷ്ടപ്പെട്ടു പോകേണ്ടതല്ല നമ്മുടെ ജീവിതം. അതുകൊണ്ട് ചില കാര്യങ്ങൾക്ക് നാം ചെവി കൊടുക്കാതിരിപ്പിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. വായിച്ചാട്ടെ. കൈ കുടഞ്ഞു കളയുകയും രക്തപാതകത്തെക്കുറിച്ച് കേൾക്കാതെ വേണം
ദോഷം കാണുമ്പോൾ എങ്ങനെയാ? ദോഷം കാണുമ്പോൾ സഭ എന്ത് ചെയ്യും? ദോഷം കാണുമ്പോൾ സ്തോത്രം, ആമേൻ, ആലയത്തിലിരുന്ന് പ്രാർത്ഥിക്കണം, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കണം. ആമേൻ, സ്തോത്രം. ആ ദോഷം നമ്മെ വിട്ടു പോകുന്നത് വരെയും നാം പ്രാർത്ഥനയായിരിക്കണം. സ്തോത്രം. കഴിഞ്ഞ കോവിഡൊക്കെ നമുക്കറിയാം. ഹല്ലേലൂയ. ആമേൻ. ആ പ്രവർത്തനങ്ങൾ എല്ലാവരും എല്ലാ രോഗികളുമായിട്ടും പലരുമായിട്ടും ആമേൻ, സ്തോത്രം, ബന്ധം പുലർത്തേണ്ട സാഹചര്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് അനേകം സമയത്ത് മറ്റുള്ളവരുമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. എന്നാൽ എനിക്ക് കോവിഡ് വന്നായിട്ട് എനിക്ക് അറിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അത്രമാത്രം ഞാൻ ഇടപെടേണ്ട സാഹചര്യം എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ദൈവത്തിന്റെ കരുതൽ നമ്മുടെ സഭയിൽ, ആമേൻ, സ്തോത്രം, ദൈവത്തിന്റെ കരുതലുണ്ട്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. പലരും കോവിഡ് വന്ന് പല പ്രിയപ്പെട്ടവരും, ആമേൻ, സ്തോത്രം, ഈ ലോകത്ത് നിന്ന് എടുക്കപ്പെട്ടു. വിശ്വാസികളാകട്ടെ അവിശ്വാസികളാകട്ടെ. എന്നാലും ആ കഷ്ടത്തിന്റെ നടുവിൽ നാം ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ, ഹല്ലേലൂയ, എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഒന്നുപോലും കുറവില്ലാതെ ദൈവം കാത്തു. ഹല്ലേലൂയ. അതിനൊരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഈ ലോകം മുഴുവനും പലതിനെ കൊണ്ടുപോയപ്പോഴൊക്കെ നമ്മളെ കൂട്ടത്തൊന്നുപോലും കുറഞ്ഞു പോകാതെ, ആമേൻ, കോവിഡിനെ കോഴിക്ക് കൊത്തിയെടുത്തുകൊണ്ട് പലത് പറന്നു പോകാൻ അനുവദിക്കാതെ ദൈവം കാത്തതിനായ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വായിച്ചാട്ടെ. ദോഷത്തെ കണ്ട് രസിക്കാതെ വേണം കണ്ണടച്ചു കളയുകയും ചെയ്യുന്നവൻ ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും. ദോഷം, ആമേൻ, സ്തോത്രം, സംഭവിക്കുമ്പോൾ, മറ്റൊരു ദോഷം സംഭവിക്കുമ്പോൾ അത് കണ്ട് നമുക്ക് സന്തോഷം വരും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദോഷം വന്നാൽ നമുക്ക് സന്തോഷം വരത്തില്ല, നമ്മൾ വളരെ പ്രയാസത്തിലായിരിക്കും. എന്നാൽ മറ്റൊരാൾക്ക് ദോഷം വന്നാൽ നമുക്ക് സന്തോഷമാണ്. ആമേൻ, സ്തോത്രം. പ്രത്യേകിച്ച് നമ്മുടെ ശത്രു എന്നിരിക്കട്ടെ, നമ്മുടെ ശുശ്രൂഷയ്ക്ക് എതിരെന്നിരിക്കട്ടെ, പ്രവർത്തനങ്ങൾക്ക് എതിരെന്നിരിക്കട്ടെ, അവനൊരു കഷ്ടം വരുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? വിശ്വാസിയായതോ ആദ്യം പറയുന്നത് എന്തുവാ? ദൈവം തൊട്ടു, എന്റെ പ്രാർത്ഥന കേട്ടു, ഞാൻ പ്രാർത്ഥിക്കുന്ന ആരെന്നവൻ അറിഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ ആ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ട? അവനെ വിളിച്ചു സംസാരിക്കാൻ കഴിയുന്നെങ്കിൽ, ആമേൻ, സ്തോത്രം, നിന്നെ ശപിക്കുന്നവനെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ആമേൻ പറയുന്നില്ല. ഹല്ലേലൂയ. നിന്നെ ശപിക്കുന്നവന് വേണ്ടി ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. നിനക്കൊരു കഷ്ടം ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞു മകനെ. ഞാൻ നിന്റെ ഭവനത്തിൽ വന്ന് നിനക്കൊരു കഷ്ടമുണ്ടെന്ന് അറിഞ്ഞിട്ട. നിന്റെ സന്തോഷമുള്ള സമയത്ത് അനേകം പേർ നിന്റെ ഭവനത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ നിനക്ക് കഷ്ടത്തിലുള്ളത് കടന്നു പോകുന്ന സമയമാണ്. ഈ സമയത്ത് നിന്റെ സ്നേഹിതന്മാർ നിന്റെ അടുത്തില്ല. ഞാൻ നിനക്ക് ശത്രുവായിരുന്നു, പക്ഷേ എങ്കിലും ഇന്ന് ഞാൻ നിന്റെ അടുത്ത് വന്ന് എന്തിനെന്നറിയാം? എന്റെ ദൈവത്തെ കുറിച്ച് നിന്നോട് സംസാരിക്കാനാ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ. ഇന്ന് പകൽക്കാലം ഞാൻ നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കഷ്ടം ഒഴിഞ്ഞു പോകട്ടെ. ആമേൻ. നിന്റെ കഷ്ടം ഒഴിഞ്ഞു പോകട്ടെ. അതിനു വേണ്ടി ദൈവം എന്നെ അയച്ചിരിക്കുന്നു. ആമേൻ, സ്തോത്രം. അവന്റെ മുമ്പ് അവന്റെ കൈയൊന്ന് പിടിച്ച് കുലുക്കിക്കൊണ്ട് നിനക്കൊരു നിമിഷം പ്രാർത്ഥിക്കാമോ? കർത്താവേ, അവന്റെ കഷ്ടത്തിന്റെ നടുവിൽ ദൈവം ഇടപെടണമേ. ദൈവം അവന്റെ കുടുംബത്തോട് ഇടപെടണമേ. അവന്റെ ജീവിതത്തോട് ഇടപെടണമേ. തമ്പുരാനെ, അവന്റെ കഷ്ടത്തെ എന്റെ ദൈവം ഒന്ന് ശുദ്ധിയാക്ക